സ്മൃതി, SFIയുടെ തീരുമാനത്തെ അങ്ങനെ തന്നെ കാണാം. നിലവിൽ ഇന്ന് വരെയാണ് യൂണിവേഴ്സിറ്റി VC മോഹനൻ കുന്നുമ്മൽ അവധിയിലുള്ളത്. ഇന്ന് സിസ തോമസിൻ്റെ കാലാവധി അവസാനിക്കും. നാളെ തിരിച്ചെത്തുകയും ചെയ്യും. തിരിച്ചെത്തുന്ന സമയത്ത് വലിയ പ്രതിഷേധം VC മോഹനൻ കുന്നുമ്മലിനെ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറ്റാതിരിക്കാനുള്ള തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ നേരത്തെ SFI പ്രവർത്തകർ എങ്ങോട്ടേക്കാണ് ഇടിച്ചു കയറാൻ ശ്രമിച്ചതെന്ന ഭാഗം കൂടി കാണിച്ചു തരാം. പോലീസിൻ്റെ ഉന്തും തള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ SFI പ്രവർത്തകരുടെ ചെരുപ്പുകളും മറ്റും ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കാണാം. ഈ കാണുന്ന സ്റ്റെപ്പിലൂടെയാണ് SFI പ്രവർത്തകരെ പോലീസ് വലിച്ചഴിച്ച് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. SFI പ്രവർത്തകർ കയറാൻ ശ്രമിച്ചത് നമ്മൾ ഈ പോകുന്ന ഈ ഭാഗമാണ്. നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ പോലീസും SFI പ്രവർത്തകരും നിന്ന പ്രദേശമെന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്താണ് VCയുടെയും ഇപ്പോൾ താൽക്കാലിക രജിസ്ട്രാറായി VC നിയമിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡയറക്ടർ ഡോക്ടർ മിനി ഡി ജോക്കാപ്പൻ്റെയും ചേംബർ, അത് VCയുടെ ചേംബർ, സിൻഡിക്കേറ്റ് ചേംബർ, ഒപ്പം നിലവിൽ ഇപ്പോൾ VC രജിസ്ട്രായി വെച്ചിരിക്കുന്ന മിനി ഡി ജോക്കാപ്പൻ്റെയും ചേംബർ ഇതിനകത്താണ്. ഈ ഭാഗം, ഈ കാണുന്ന ഇരുമ്പ് മതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് SFI പ്രവർത്തകർ നടത്തിയത്. അവർ പോയി കഴിഞ്ഞ് പോലീസ് ഇതിനകത്ത് താഴിട്ട് തുറന്ന് അതിനകത്തു നിന്ന് പുറത്തേക്ക് വരാനുള്ള പ്രവർത്തകരെയല്ല മറ്റ് ഇതിനകത്തുള്ള ജീവനക്കാരെ പുറത്തേക്ക് വിടുകയും ചെയ്തു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നാളെ പൊതുമുടക്ക് മറ്റന്നാൾ മുതൽ മോഹനൻ കുന്നുമ്മൽ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഈ വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് പോകാൻ അനുവദിക്കില്ല. അതേത് വിധേനയും തടയും എന്ന് തന്നെയാണ് SFI പറയുന്നത്. തുടക്കത്തിൽ നോക്കി നിന്ന പോലീസ് അവസാനം ഗത്യന്തരമില്ലാതെ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വന്നു. 2 DCPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നോക്കി നിൽക്കുന്ന സമയത്താണ് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് SFI പ്രവർത്തകർ വന്നത്. ആദ്യം ഇതിൻ്റെ കവാടത്തിലേക്ക് വന്നു. അതിനുശേഷം ആ കവാടം ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് VCയുടെയും സിൻഡിക്കേറ്റിൻ്റെയും രജിസ്ട്രാറുടെയും ചേംബറിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുന്നത് വരെ നോക്കി നിൽക്കുകയായിരുന്നു പോലീസ്. പക്ഷേ പിന്നീട് ഗവർണറുടെ ഇടപെടൽ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. മറുപടി പറയേണ്ടി വരും. നമ്മൾ അല്പസമയം മുമ്പ് രാജ്ഭവനുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതുവരെ രാജ്ഭവൻ പോലീസിനോട് വിശദീകരണമൊന്നും ചോദിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നതാണ്. പോലീസിൻ്റെ വഴി നോക്കട്ടെ, VCയുടെ വഴി നോക്കുമെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന ഒരു വാർത്ത, രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു വാർത്തകൾ വരാനിരിക്കുന്നു. കഴിഞ്ഞ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം റദ്ദാക്കിക്കൊണ്ടുള്ള ചാൻസലറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറിൻ്റെ തീരുമാനം 3 മണിക്ക് ശേഷം വരും എന്നാണ് രാജ്ഭവനിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ SFIക്കാർക്ക് പ്രതിഷേധിക്കാൻ കാരണങ്ങൾ വീണ്ടും കൂടുകയാണ്. SFI പ്രവർത്തകർ ഈ ഭാഗത്ത് തന്നെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവിനും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദനോടും സംസാരിച്ചതിന് ശേഷമാണ് ഈ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം SFI എടുത്തത്. അത്ര വലിയ സമരമായതുകൊണ്ടും അത് സംഘർഷത്തിലേക്ക് പോയ ഒരു പശ്ചാത്തലത്തിലുമാണ് മുമ്പ് നമ്മൾ കണ്ടത്. യൂണിവേഴ്സിറ്റി കോളേജിൽ കോടിയേരി ബാലകൃഷ്ണൻ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്നത്. പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി. അതനുസരിച്ചാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ SFI തീരുമാനിച്ചത്. അവർ പറയുന്നതനുസരിച്ച് അടുത്ത ദിവസവും ഈ കാണുന്ന പ്രദേശത്തൊക്കെ SFIയുടെ പ്രതിഷേധം നമ്മൾ കാണേണ്ടി വരും. സ്മൃതി, പ്രതിഷേധ സമരം തുടരുമെന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും കുത്തിയിരിക്കുകയാണ് പ്രവർത്തകർ. അല്പസമയത്തിനകം പിരിഞ്ഞു പോകും. പക്ഷേ 3 മണിയോടുകൂടി വലിയൊരു തീരുമാനം വന്നേക്കും. ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനം വരുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.